ഹേ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇത് ഞങ്ങൾ പുറത്ത് അടുപ്പുണ്ടാക്കിയതാണ്. ഗ്യാസൊക്കെ ക്ഷാമമായതുകൊണ്ട് അപ്പോൾ ഇതാ അപ്പുറത്ത് ചോറ് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാവേ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ബാക്കി മസാലകളൊക്കെ ഇടാൻ ടൈമായിട്ടുണ്ട്. തക്കാളി, അതുപോലെ മസാലകളൊക്കെ ഇടണം. ആദ്യം നമ്മൾ കുറച്ച് മസാലകളാണ് ഇടുന്നത്. അത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. ഇതൊക്കെ അമ്മയുടെ കൈക്കണക്കാണ് കേട്ടോ. പിന്നെ മുളക് പൊടി. ഈ മുളക് പൊടി അമ്മ ഈ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് എടുത്ത മുളക് പൊടിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലയാണ് ഇടുന്നത്. അതിനുശേഷം നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അത് നല്ലോണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പച്ചമണം മാറാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ടതാണ്. പച്ചമണമൊക്കെ ഏകദേശം മാറിക്കഴിഞ്ഞപ്പോൾ നമ്മളിതാ തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തു. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചതാണ്. ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതാ നമ്മുടെ തക്കാളിയൊക്കെ ഇതാ ആയി വരുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചോറ് ഇതാ തിളയ്ക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുകയാണ്. അതുണ്ടോ, ഉടഞ്ഞു പോകുന്നത് കണ്ടില്ലേ തക്കാളി. അപ്പുറത്ത് ചോറ് നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ 750 ഗ്രാം വരും.
ഈ ചിക്കന് വേണ്ട മസാലയാണ് കേട്ടോ ഇത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കനിലേക്ക് മസാലയൊക്കെ നല്ല രീതിയിൽ തേച്ച് ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ അവിടെ ആവുന്ന സമയത്ത് അപ്പുറത്ത് ജാക്കി കിടക്കുന്നുണ്ടോ. ജാക്കിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര നാണമാണ്, അത് നോക്കത്തേ ഇല്ല. ഈച്ചയെ കടിച്ചോടിക്കണത് എപ്പോഴും അതിനൊരു തീറ്റ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ചിക്കൻ കറി അടച്ച് വെച്ച് വേവിക്കായിരുന്നേ. അപ്പോൾ തുറന്നിട്ട് ഇങ്ങനെയായി. അപ്പം നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല കളറായിണേ ചിക്കൻ കറിക്ക്. അപ്പോൾ നമ്മളിതാ ഉപ്പിട്ട് കൊടുക്കുവാണേ. ഈ ചിക്കനിലേക്ക് വേണ്ട ഉപ്പ് ഇപ്പോഴാണ് കേട്ടോ ഇടുന്നത്. നേരത്തെ നമ്മൾ സവാള വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. ഇപ്പോൾ ചിക്കനിലേക്ക് വേണ്ട മുഴുവൻ ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്ത് അരിഞ്ഞു വെച്ചതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ തേങ്ങയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിയിലെ മെയിൻ സാധനം. ഇതിലാണ് ഈ തേങ്ങ കടിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ തേങ്ങയും ചിക്കൻ കറിയൊക്കെ കൂടി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇപ്പോൾ ഇവിടെ മൂടി വെക്കുകയാണ്. അപ്പോൾ ചോറ് മൂടി വെച്ചിട്ടുണ്ട്. ചോറ് തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചിക്കൻ കറി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ടൈമിൽ നമ്മൾ ഇവിടെയുള്ള ആത്തച്ചക്ക അല്ലെങ്കിൽ ചക്കപ്പഴം, ഞങ്ങൾ ചക്കപ്പഴം എന്നാണ് പറയാറ്. 3 ഉള്ളൂ കേട്ടോ ഗൈസ്. ഇപ്രാവശ്യം 4 ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1 ആദ്യമേ തിന്നു ഞങ്ങൾ. ഇപ്പം 3 ഉള്ളൂ കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലുള്ള മാവാണ്. കഴിഞ്ഞ വർഷം നല്ല മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മാങ്ങയൊക്കെ കുറവാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ ചിക്കൻ അങ്ങ് നല്ല രീതിയിൽ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല കളറൊക്കെ ആയിട്ട്. ഇനി നമ്മൾ കുറച്ച് നേരം കൂടി ഇത് അടച്ച് വെക്കാം. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മുടെ കയ്പ്പപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ. കയ്പ്പ ഉപ്പേരി എനിക്കും അനിയത്തിക്കൊന്നും ഇഷ്ടമല്ല, അച്ഛനും അമ്മയും മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ സാധനങ്ങളൊക്കെ എടുക്കാൻ പോയതാണ്. മഴക്കാറ് മൂടിയൊരു അന്തരീക്ഷമാണ്. ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് നല്ല മഴയായിരുന്നു. അതുകൊണ്ടോ ഈ ഷീറ്റിലൂടെ ഒരു തുള്ളി വെള്ളം പോലും പുറത്ത് പോകാതെ മുഴുവൻ വെള്ളം കൊണ്ട് ഈ ഒരു വിറക് നനഞ്ഞു. ഭാഗ്യത്തിന് ഇവിടെ കുറച്ച് വിറകുണ്ടായതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ ചില ഭാഗത്തേക്ക് നനഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ഒരുവിധം മുഴുവൻ നനഞ്ഞു. അപ്പോൾ അന്തരീക്ഷം മുഴുവൻ ഒരു ക്ലൗഡി ആയി നിൽക്കുകയാണ്. കാരണം മഴ പെയ്തതുകൊണ്ട്. പിന്നെ ഇന്ന് തീരെ വെയിലൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അമ്മ കയ്പ്പപ്പേരിക്കുള്ള എല്ലാ സാധനവും കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ചട്ടി ചൂടാവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണേ. അപ്പോൾ ഗൈസ്, നമ്മൾ ചട്ടി ചൂടാവുന്ന ടൈമിൽ ഞങ്ങൾ പ്ലാവ് കാണിച്ചു തരാവേ. ഇതാണ് ഞങ്ങളുടെ പ്ലാവിനോട് കുറേ ചക്കയുണ്ട്, പക്ഷെ മുഴുവൻ മുകളിലാണുള്ളത്, താഴത്ത് കുറവാണ്. മുകളിൽ നിന്നുള്ള ചക്ക പഴുത്ത് കേടായി താഴെ വീഴാനാണ് കേട്ടോ പതിവ്. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഞങ്ങളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞങ്ങളല്ല, അമ്മ. എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ കടുക് ഇടുന്നുണ്ട്. ഞങ്ങൾ ഉപ്പേരി വെക്കുമ്പോൾ സാധാരണ കടുക് ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കാറ്. നിങ്ങളെങ്ങനെയാണ് വെക്കാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങി. അങ്ങനെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയപ്പോൾ അമ്മ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുവാണ്.
അപ്പോൾ അപ്പുറത്ത് നമ്മൾ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളി പച്ചമുളകൊക്കെ സെറ്റാവുന്നതാ. ജാക്കി നോക്കണോ? ജാക്കിനെ വിളിച്ചാലൊന്നും മണ്ടിക്കൂല. ജാക്കിക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല കുറവാണ്. ഞാൻ ജാക്കിനെ വിളിച്ചൊക്കെ നോക്കുന്നില്ലേ, എന്നിട്ട് നോക്കുന്നൊന്നുമില്ലത്. എന്താ ജാക്കി അമ്മക്കുട്ടിയാണ്. അപ്പം അമ്മേൻ്റെ അടുത്തേക്ക് വരണം, അതാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കയ്പ ഇട്ടിട്ടുണ്ടേ. നമ്മൾ കയ്പ ഇട്ടിട്ട് ഇനി ഇത് നല്ലോണം ഇളക്കാൻ പോവുക, ഇളക്കി യോജിപ്പിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ജാക്കി ഇതാ പിന്നെ അമ്മേൻ്റെ അടുത്തേക്ക് വന്നു. സാധാരണ നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അമ്മേൻ്റെ തൊട്ടടുത്ത് കിടക്കാനാണ് പതിവ്. അമ്മ സാധനങ്ങളൊന്നും താഴ്ത്തി വെക്കാറില്ല. ഇപ്പോൾ ഇതൊക്കെ താഴ്ത്തി വെച്ചതുകൊണ്ട് ഇങ്ങോട്ട് വരാനും ഞാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കയ്പതാ ആവികൊണ്ട് നിൽക്കുകയാണേ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയതിന് ശേഷം ഒതുക്കി വെച്ചിട്ട് നമ്മളത് മൂടി വെക്കാൻ പോവാണ് കേട്ടോ. ഇതിപ്പോൾ മൂടി വെക്കുകയാണ്. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് നേരം ആയിക്കോട്ടെ. ജാക്കി എൻ്റെ ബാക്കിലിരിക്കുകയാണ്, അതിന് വിശക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒരു ഇതൊക്കെ സെറ്റായി. ഇനി നമ്മൾ അതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ കറിയിലോട്ട് ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ലൊരു ഫ്ലേവറാണ് വരിക. അമ്മയുടെ ഫേവറേറ്റ് ചിക്കൻ കറിയാണിത്, തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടുള്ളത്. പക്ഷെ അതിൽ ക്യാപ്സിക്കം ഇടാറില്ല ഞങ്ങൾ. ഇവിടെ കുറച്ച് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അത് കേട് വരുത്തിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് അമ്മ മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അത് മൂടി വെച്ചു. അപ്പോൾ ഗൈസ് ഇതാ ജാക്കി കിടക്കുന്നുണ്ടോ? ജാക്കി ഇങ്ങനെ നാണമാണ്, അതിന് നാണത്തോട് കൂടി കിടക്കുകയാണ്. അപ്പോൾ ജാക്കി ഇങ്ങനെ കിടക്കുകയല്ലേ, അപ്പോൾ ജാക്കി ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട്, അമ്മേനെ നോക്കുന്നുണ്ട്. അങ്ങനെ ജാക്കി ഇതാ നോക്കുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ അനിയത്തി വണ്ടി പഠിക്കുന്നുണ്ട്, വണ്ടീൻ്റെ സൗണ്ട് ഇട്ടിട്ട് നോക്കുകയാണേ. അവളിതാ വണ്ടി പഠിക്കുകയാണ്. അച്ഛൻ മാറി നിന്നതാണ്. നമുക്ക് ബാക്കോട്ട് പഠിക്കാൻ ഒരാൾ വേണം. ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ള ഹായൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി ഒരു സെറ്റായിട്ടുണ്ട്. ചിക്കൻ കറി കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വെയിലും വരുന്നുണ്ട് കേട്ടോ. ആ ടൈമൊക്കെ നമ്മൾ കുറച്ച് വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി പിന്നെയും നമ്മൾ മൂടി വെക്കാൻ പോവാണ്. അങ്ങനെ നമ്മളിതാ കയ്പപ്പേര് ആയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അമ്മ മൂടിയൊക്കെ തുറന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി വെള്ളം വറ്റുന്നവരെ ഇത് വേവാൻ വേണം. പിന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിരകിയ തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേപോലെ അമ്മ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം മൂടി വെക്കുകയാണേ. അപ്പോൾ അതാ അമ്മ മൂടി വെച്ചു. ഇനി നമുക്ക് ചിക്കൻ കറിയിലോട്ട് ഇടാനുള്ളത് മല്ലിയിലയാണ്. ഇതാ മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മല്ലിയില ഇടാൻ പോവാണ് കേട്ടോ അമ്മ ചിക്കൻ കറിയിലേക്ക്. അത് ചിക്കൻ കറി ആയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത പ്ലാവാണ്. ഇതിൽ ചക്കയൊക്കെ താഴത്താണ്, നല്ല ചക്കയാണ്. ഈ ചക്ക കൊണ്ട് ഞങ്ങൾ ഉപ്പേരിയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇരുമ്പുളിയാണ്. ഇതിൽ അമ്മ കുഴിച്ചിട്ടതാണ്. അപ്പോൾ ഈ വർഷമാണ് ഇത് നല്ലോണം ഇരുമ്പുളി ഉണ്ടാകുന്നത്. അപ്പോൾ കുറേ ഉണ്ട്. ജാക്കി പിന്നെ ഉറക്കത്തിലായി. ജാക്കീൻ്റെ ഒരു കാര്യം എപ്പോഴും ഉറക്കമാണ്. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഈ കയ്പപ്പേരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കയ്പൊക്കെ നല്ല മിക്സ് ചെയ്ത് ഇനിയിപ്പം മല്ലിച്ചപ്പ് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിതാ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറിയിലോട്ട് മല്ലിയില ഇടണം. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കാൻ പോവുകയാണ്. ഗായ്സ് നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, ഉപ്പേരിയും റെഡിയായി. അപ്പോൾ ബൈ ഫ്രം DT വ്ളോഗ്സ്.